ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ്. നോർമൽ ചുരിദാറല്ല, നമ്മൾ ഓഫർ റേറ്റിലൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് വൈസായിട്ടും വിത്ത് വൈസായിട്ടും നല്ല കുറവുണ്ടാവും. ആ സമയത്ത് ചില ട്രിക്സ് യൂസ് ചെയ്ത് എങ്ങനെ നമ്മൾ ആ ചുടി സെറ്റിന് യൂസ്ഫുൾ ആയിട്ട് മാറ്റാമെന്നാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതായ ഒരു ചുടി സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോളും ഒക്കെ ലെങ്ത് വൈസും വിത്ത് വൈസും കുറവാണ്. ഇതിൻ്റെ ഒപ്പം പാൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടോപ്പിൻ്റെ തുണി ലെങ്ത് വൈസ് കുറഞ്ഞാലും നല്ല രീതിയിൽ തന്നെ ടോപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. ഇതിൻ്റെ പാൻറ്റ് പീസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു സിഗരറ്റ് പാൻറ്റാണ്. നമ്മൾ കുറച്ച് ലെങ്ത്ത് കുറവായിട്ടും അതുപോലെ സിഗരറ്റ് പാൻറ്റ് ആയതുകൊണ്ട് കുറച്ച് തുണി ആവശ്യം വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പീസസ് വെച്ചിട്ടാണ് ഈ ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടോപ്പിന് നമുക്ക് ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ലെങ്ത് വൈസും കുറവാണ്. അതുപോലെ സ്ലീവിനുള്ള ഒരു പോർഷൻ ഇല്ല. അതേപോലെ ഇതേ ഓഫറിൽ വാങ്ങിച്ച ബാക്കിയുള്ളവർ എന്ത് ചെയ്തു വെച്ചാൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാതെ ആ തുണി സ്ലീവിന് യൂസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയും ചെയ്യാം, അതൊരു ടിപ്പാണ്. നെക്സ്റ്റ് വണ്ണ് ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മാർക്കിങ്സ് എല്ലാം തന്നെ നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഏകദേശം ഒരു എക്സൽ മെഷർമെൻറ്റ് വരുന്നതായൊരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സൽ മെഷർമെൻറ്റ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം ഹൈറ്റും വെയിറ്റുള്ള ഒരാളാവും. അതിനനുസരിച്ച് നമുക്ക് തുണിയുമില്ല. അപ്പോൾ നമുക്ക് ലെങ്ത് വൈസ് നമ്മുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പാൻറ്റിൽ വന്നതായ റിമൈനിങ് പീസസ് താഴേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ലെങ്ത് വൈസ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സ്ലീവും ചെറിയൊരു ട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. റിമൈനിങ് പീസോട് നമുക്ക് സ്ലീവ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ടൈലറിങ് ഷോപ്പിൽ പോയിട്ട് കുറച്ച് ലെങ്ത്തും വിത്തൊക്കെ കുറവുള്ള തുണി കൊണ്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറഞ്ഞാൽ മിക്കവാറും അവർ പറയും ഇല്ല തുണിയില്ല തയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ്ഫുള്ളായിട്ട് കുറച്ച് പീസസ് തുണി കൊണ്ടും നല്ല ഭംഗിയിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് കവർ ചെയ്തിട്ടുള്ള. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ കട്ടിങ് മാത്രമേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. അതുപോലെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഒത്തിരി ടോപ്സ് നമ്മുടെ ചാനലിൽ തുന്നിയിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. ടോപ്പിൻ്റെ മാർക്കിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം റിമൈനിങ് എത്രയാണ് നമുക്കുള്ളത് ഒരു സ്ലീവിനായിട്ട് എന്നുള്ളത്. അതും സ്ലീവും ചെറിയ സ്ലീവൊന്നുമല്ല, ഏകദേശം ഒരു 3/4 സ്ലീവ് വരുന്ന സ്ലീവാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനായിട്ട് ഏകദേശം ഒരു 5 പീസ് തുണി ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ സ്ലീവ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പാൻറ്റിൻ്റെ പീസ് നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയ ലെങ്ത്ത് കുറച്ചിട്ട്. അതേപോലെ ബാക്കി 2 സൈഡ്സിലും ഏകദേശം 4 പീസസോളം അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ സ്ലീവ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ലൈനിങ് പീസിൽ ഈ അറ്റാച്ച്മെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷേ മെയിൻ പീസിൽ മാത്രമേ ഇത്രയും അറ്റാച്ച്മെൻറ്റ്സ് ഉള്ളൂ. അതൊന്നും പുറമെ കാണാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.
ടോപ്പിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതേ നോക്കൂ, നമുക്ക് ഫൈനലി നോക്കുമ്പോൾ അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും അത്ര കാര്യമായിട്ട് അറിയില്ല. നല്ല ഭംഗിയുള്ളൊരു ന്യൂ ലുക്കിലുള്ള സ്ലീവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ ടോപ്പ് തുന്നിയ രീതിയിലാണ് തുന്നിയെടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് യൂണിക്കാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്ക്വയറിനേക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേ നമ്മൾ സാധാരണ തുന്നുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓഫറിലൊക്കെ ചുരിദാർ സെറ്റ്സൊക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് എടുക്കാം. ഓഫർ എന്ന് പറയുമ്പോൾ എന്തായാലും അവർക്ക് ബെനിഫിറ്റ് ഇല്ലാത്തൊരു ബിസിനസ് ഉണ്ടാവില്ല. എന്തായാലും ലെങ്ത് വൈസ് ആയിട്ടോ വിത്ത് വൈസ് ആയിട്ടോ ഒക്കെ നമ്മുടെ മെറ്റീരിയൽ കുറവുണ്ടാവും. അതും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ തുണി കോട്ടനൊക്കെ ആണെങ്കിൽ ഭയങ്കര പഴക്കമുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് ദിവസം ഇടുമ്പോൾ തന്നെ അത് കീറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഒരു ഓഫറിൽ ഡ്രസ്സസ് എടുക്കുമ്പോൾ. അതൊക്കെ അറിഞ്ഞിട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ, അങ്ങനത്തെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഓഫറിന് കാണുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല ഭംഗിയുള്ള ഡ്രസ്സസ് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തയ്ക്കാം. ഇന്നത്തെ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ അടിപൊളിയായിട്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.